ശബരിമലയിൽ പത്മകുമാറും വാസുവും മറ്റു ചിലരുമൊക്കെ അകത്തായെങ്കിലും CPM പ്രതിസന്ധിയിലാക്കിയെങ്കിലും വളരെ ഗുരുതരമായ ഒരു തിരി കൊളുത്തിയത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല 500 കോടിയുടെ സാമ്പത്തിക ഇടപാട് കൃത്യമായി പറയുന്നു. ഒരു വ്യവസായിയുടെ കാര്യം പറയുന്നു. വ്യവസായിയാണ് തനിക്ക് ഈ മൊഴി നൽകിയത്. വ്യവസായി എന്നുള്ള വഴി നൽകിയത് കേരള പോലീസിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി ചെന്നിത്തലയ്ക്ക് നൽകിയ വിവരമാണ്. അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പിണറായിയുടെ പോലീസ് ഭരിക്കുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ചില നിർണായക വിവരങ്ങൾ ഒറ്റിക്കൊടുക്കാൻ കേരള പോലീസിന് താളുണ്ട് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ വരുമെന്നുള്ളത് കൊണ്ടാണ് ഇദ്ദേഹം വ്യവസായിയുടെ പേര് പറഞ്ഞത്. പിന്നീട് ഇപ്പോൾ ഡി മണി എന്ന് പറയുന്ന ഒരാൾ വരുന്നു. ഇതൊക്കെ നടക്കുമ്പോഴും ശബരിമലയിലെ വിഗ്രഹമടക്കം തൂക്കിയിട്ടുണ്ട്. അതിലുള്ള അമ്പലപ്പുഴക്കാരന് പങ്കുണ്ട്. ഒരു പാർട്ടിയിലെ ഉന്നത നേതാവിന് അതിൽ പങ്കുണ്ട്. ആ ഉന്നത നേതാവ് തിരുവനന്തപുരത്ത് വെച്ച് കോടികൾ വാങ്ങിയിട്ടുണ്ട്. ഇത് നടന്നത് മുഴുവൻ കേരളം മുഴുവൻ അടച്ചിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ലോകം മുഴുവൻ അടച്ചിട്ടിരിക്കുന്ന സമയത്ത് ഒരു ഭയവും പേടിയും ഇല്ലാതെയാണ് കടത്തിയിരിക്കുന്നത്. അതായത് ലോക്ക്ഡൗൺ സമയത്ത്, കോവിഡ് കാലത്ത് ലോക്ക്ഡൗൺ സമയത്താണ്. ഈ അമ്പലപ്പുഴക്കാരൻ മുഖ്യമന്ത്രി ആകണമൊക്കെ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു ഉന്നത രാഷ്ട്രീയ നേതാവ് കുടുങ്ങോ രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിൽ? രമേശ് ചെന്നിത്തല ഇത് വല്ലാത്തൊരു സംഭവത്തിലേക്ക് അത് കൊണ്ടുപോകുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും അവസാനം ഈ 500 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആൻറ്റിക് ബിസിനസ് നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന വ്യവസായിയുടെ വെളിപ്പെടുത്തൽ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വ്യവസായിയുടെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ഡി മണി എന്ന് പറയുന്ന ആൾ, അതായത് ദാവൂദ് മണി, ദുബായ് മണി എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടുകാരൻ വ്യവസായിയാണ്. അയാൾ അവിടെ നിൽക്കട്ടെ. രണ്ടാമത് ഇപ്പം വേറൊരു വാർത്ത ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ബാംഗ്ലൂരിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണ വ്യാപാരി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുപ്പക്കാരൻ, ഇതിനകത്ത് പ്രധാനി, മയക്കുമരുന്ന് കച്ചവടക്കാരൻ, അല്ലെങ്കിൽ അതായത് നമ്മൾ പറയത്തില്ലേ മയക്കുമരുന്ന്, സ്വർണം, മറ്റ് എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര മാഫിയ. അയാൾ പോലീസിന് ആംബുലൻസ് വരെ വിതരണം ചെയ്തിട്ടുള്ള ആൾ. പോലീസിന് അയാളെ അറിയാമെങ്കിലും പിടിക്കാൻ, അല്ലെങ്കിൽ ഇതെല്ലാം അറിഞ്ഞിട്ടും പിടിക്കപ്പെടാതെ ഒളിച്ചിരിക്കുന്ന ഒരു വൻ വ്യവസായി ഉണ്ട്. ഇയാൾക്ക് ആലപ്പുഴയിലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവുമായിട്ട് ബന്ധമുണ്ട്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പപ്പൻ പറഞ്ഞത് ശരിയാവുന്നു. പോറ്റിയെ കയറ്റിയെ വലിയ പാട്ടും ആഘോഷമായിരുന്നു. പിണറായി പറഞ്ഞ ആ പാട്ടം കൊണ്ട് നടക്കട്ടെ, ആ പാട്ടം കൊണ്ട് നടക്കട്ടെ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ വേറൊന്നും പറയല്ല. പോറ്റിയെ കയറ്റിയത് ആരാന്നുള്ള കാര്യം ഇപ്പം വെളിവാക്കിക്കൊണ്ടിരിക്കുക. ഒരു പക്ഷേ രമേശ് ചെന്നിത്തല അത് വെളിച്ചത്ത് കൊണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മളെല്ലാം കൂടെ പലവട്ടം ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് കൊള്ളക്കാരൻ ഒരു പാർട്ടിക്കാരൻ മാത്രമല്ല. ഇതിനകത്ത് കൊള്ളക്കാരൻ CPM-കാരനുണ്ട്, കോൺഗ്രസ്സുകാരനുണ്ട്, BJP-കാരനുണ്ട്. അതുകൊണ്ടാണ് ഈ കൊള്ള ഒരു പെണ്ണുമ്പിള്ളെ പിണറായി വിജയൻ കൊണ്ട് കയറ്റി ഏറ്റവും മോശം പരിപാടിയാണ്, ചെയ്യാൻ പാടില്ലാത്ത പരിപാടിയാണ്. ഒരിക്കലും അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ശബരിമല ഉപയോഗിക്കാൻ പാടത്തില്ല. എന്തൊരു ബഹളമായിരുന്നു ഇവിടെ. എത്ര കേസ് ഇപ്പോഴും നടക്കുക. എത്ര പാർട്ടിക്കാരന്മാരുടെ CPM-കാരൻ്റെ വീട് തല്ലിപ്പൊട്ടിച്ചു, എത്ര പാർട്ടിക്കാരൻ അല്ലെങ്കിൽ BJP-കാർ CPM-കാരുടെ വീട് തല്ലിപ്പൊട്ടിച്ചു. ക്രിമിനൽ കേസുകൾ എത്രയുണ്ട്. എന്തിനാ ശബരിമല? അതിനെക്കാട്ടി വലിയ കാര്യമല്ലേ സാറേ ശബരിമലയിലെ ആ ഈ പറയുന്ന സാമാനമെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ഇവരെന്തോ പ്രക്ഷോഭം ഇവിടെ നടത്തി. ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ ഇവിടുത്തെ എന്തോ പ്രക്ഷോഭം BJP-കാരൻ നടത്തി. ഇപ്പോൾ ഒരു പോറ്റിയെ കയറ്റി എന്ന് പറഞ്ഞ പാട്ട് ഇവിടുത്തെ UDF-കാരൻ കൊണ്ടുവന്നതല്ല, ഒരുത്തം കൊണ്ടുവന്നു, ആരാണ്ടൊക്കെ പാടി, അവസാനം പോറ്റിയെ കയറ്റി ഓക്കെ എന്ന് പറയും. ഇപ്പോൾ പോറ്റിയെ കയറ്റിയത് ആരാണെന്ന് പപ്പൻ പറയുന്നുണ്ടായിരുന്നല്ലോ സാറേ. പപ്പൻ പറയുന്നത് വെച്ചിട്ട് നമ്മൾ നോക്കും, പപ്പൻ ഇത് അറിയാമായിരുന്നു. പപ്പൻ നോക്കിയപ്പോൾ നല്ലൊരു കൊള്ള നടക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ എനിക്കൊരു അവസരം കിട്ടി. ഞാനും എൻ്റെ കൂടെ ഒപ്പുമൊക്കെ ഇട്ട് എന്നെ കൊണ്ടൊക്കുന്ന പോലെ അമ്മമാർക്ക് അത് തുടർച്ചയായിട്ട് അന്നേരം ആ പപ്പനെ പിടിക്കുന്ന അവസ്ഥ വന്നു. പപ്പൻ പറഞ്ഞ് എന്തുവായാലും കുടുങ്ങും, ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകണമെന്ന് പപ്പൻ പറഞ്ഞ് 2007 തൊട്ട് പോറ്റി ഇവിടെ കൊടുക്കുമായിരുന്നു. അന്നത്തെ മന്ത്രിമാരും തന്ത്രിമാരെയും നമ്മൾ പലവട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞ വലിയ രസമായി മൊഴി. ഡി മണി എന്ന് പറഞ്ഞാൽ വ്യവസായി കൊടുത്തേക്കുന്ന മൊഴി, രമേശ് ചെന്നിത്തല കൊണ്ട് കൊടുത്തേക്കുന്ന മൊഴി വ്യക്തത വരുത്തി, കൃത്യത വരുത്തിയാണ് കൊടുത്തേക്കുന്നത്. കോടിക്കണക്കിന് രൂപ എന്നാണ് നടന്നത്, പഞ്ചലോക വിഗ്രഹം. അപ്പോൾ ഇതിനകത്ത് കോവിഡ് സമയത്താണ് സാറേ നടന്നേക്കുന്നത്. സാർ മനസ്സിലാക്കേണ്ടത്, കോവിഡ് സമയത്ത് എന്തിനും കടത്താൻ പറ്റുമായിരുന്നു, അറിയാമോ? വലിയ ചെക്കിംഗ് ഇല്ലായിരുന്നു. അതിൻ്റെ 2020 മാർച്ച് 23 മുതൽ 2021 ജൂൺ 14 ഇടയ്ക്ക് ഇതെല്ലാം നടക്കുന്നത്. കോവിഡിൻ്റെ ഒരു സ്റ്റേജ് അടച്ചിട്ടേക്കുന്ന സമയം, ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജ് സമയത്താണ് പോലും ഇത് മൊത്തം കടത്തിയത്. ഇതിൻ്റെ പൈസ തിരുവനന്തപുരത്ത് ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിന് കോടിക്കണക്കിന് രൂപ തിരുവനന്തപുരത്ത് വെച്ചാൽ കൊടുത്തത്. അത് കാര്യങ്ങൾ വിശദീകരിച്ചാണ് കൊടുത്തേക്കുന്നത്. അപ്പം പഞ്ചലോക വിഗ്രഹങ്ങൾ ഇപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ ശബരിമലയിൽ പഞ്ചലോക വിഗ്രഹം ഒന്നേ ഉള്ളൂ, ശാസ്താവിൻ്റെ വിഗ്രഹമേ ഉള്ളൂ. നമ്മൾ പറയുന്നത് നിസ്സാരമല്ല. മാളികപ്പുറത്തിന്റെ പോലും പഞ്ചലോക വിഗ്രഹമല്ല, അതിന്റെ പുറത്ത് ഇതേ ഉള്ളൂ. 5 കടത്തിയത്. അപ്പൊ ശബരിമലയിൽ നിന്ന് മാത്രമാണോ വേറെ ഏതെങ്കിലും അമ്പലത്തിൽ? മൂരിബാബു എന്ന് പറഞ്ഞവന് കോട്ടയം അമ്പലത്തിൽ കള്ളക്കടത്ത് നടത്തിയവനാണ്.
അവൻ അവിടുന്ന് 7.5 പൊന്നാനെ പൊക്കാൻ നോക്കിയാൽ നാട്ടുകാർ പറഞ്ഞത് അങ്ങനെ ഇരുന്നോട്ട്. പുള്ളി പറഞ്ഞു ഇത് കൊണ്ടുപോയി നമുക്ക് വൃത്തിയാക്കി കൊണ്ടുവരണം, ഒന്നും ഇതിനകത്ത് ശേഷം കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. നാട്ടുകാർക്ക് മനസ്സിലായി. അന്നേരം ഈ 7.5 പൊന്നാനെ കടൽ കിടന്ന് പോവും. അതുപോലെ പണിഞ്ഞുകൊണ്ട് വന്നാൽ പോരെ സാർ, എത്ര കിലോ സ്വർണം ആന്നേലും കുഴപ്പമില്ലല്ലോ. മറ്റേ ആൻറ്റിക്കിന് കിട്ടുന്ന 10,000 കോടിയോ അല്ലെങ്കിൽ 1000 കോടിയോ ഇതിന് വേണ്ടല്ലോ. 10-50 ലക്ഷം രൂപയുടെ ഇത്ര രൂപയുടെ സ്വർണം വെച്ചത് പോയിഞ്ഞോട്ട് ആരാണ്ട് തിരിച്ചറിയാൻ പറ്റുമോ? ഇത് ക്ലെയിം വന്നാൽ പ്രശ്നം വന്നാൽ പിന്നെ പരിശോധിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് വേറെ ഏതെങ്കിലും അമ്പലത്തിലെ ആണോ? നമ്മൾ ഇതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആധാരമാക്കിക്കൊണ്ട് 2007 തൊട്ട് 2-3 കാര്യം അവിടെ നടത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒന്ന് ശബരിമലയിലെ 18-ാം പടി, അവന്മാർ അതിശയിച്ചിരിക്കുക, 18-ാം പടിയുടെ കച്ചവടം അവിടെ നടത്തിയിട്ടുണ്ട്. 18-ാം പടി എന്ന് പറഞ്ഞാൽ ഇളക്കിയെന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സാധനം ഇളക്കുക. ഇതിനെന്തോ പൈസ കിട്ടുമെന്നറിയാം. നമ്മൾ വിചാരിക്കും, സാധാരണക്കാരൻ വിചാരിക്കും ആ പഴയത് ഇറക്കിയിട്ട് പുതിയത് വെക്കുക കേട്ടോ, അപ്പം സ്പോൺസർ വരും കാര്യങ്ങളൊക്കെ. പഴയത് ഇപ്പോൾ 10-20 കിലോ സ്വർണ്ണത്തിൻ്റെ സാധനം അവിടെ വെക്കുകയാണെങ്കിൽ ഒരു 100 കിലോ 200 കിലോ 300 കിലോ ടൺ കണക്കിന് സ്വർണ്ണത്തിന് പൈസ കിട്ടും മറ്റേ കൊണ്ടുപോകുന്നതിന്. ഇത് ഇവരെല്ലാം കൂടെയുള്ള കച്ചവടമാണ്. നമ്മൾ പറയുമ്പോൾ തന്ത്രി എന്ന് പറയുന്ന ആളിൻ്റെ കച്ചവടം എന്ന് പറയുമ്പം അവിടെ വരുന്ന സ്പോൺസറെ പുള്ളിക്ക് അറിയണം, മറ്റവരെ അറിയണം, മറിച്ച് ഇതിനെല്ലാം ബന്ധപ്പെടുത്തി കൊടുക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ വ്യവസായി, വലിയ വ്യവസായി, തമിഴ്നാട്ടുകാരനായിട്ടുള്ള, അതായത് കൊച്ചു ദാവൂദ് ഇബ്രാഹിം എന്നവനെ അറിയപ്പെടുന്നത്. ദാവൂദ് ദുബായ് എന്തുവാ മണി, ദാവൂദ് മണി, ഇവൻ അതുപോലുള്ള ഇതാ. അവനുമായിട്ട് ആരാന്നറിയാം? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധം. അതുപോലെ ശബരിമലയിലെ കൊടിമരത്തിന്റെ മണി, അതും പപ്പം പറഞ്ഞു, അന്നേരം നടന്നിട്ടുണ്ട് പണി. അവിടുത്തെ 2 വലിയ മണികളുണ്ടെന്നു 1000കണക്കിന് വർഷം മണക്കോളൂ. ഇത് രണ്ടും എന്ത് ചെയ്ത് അറിയത്തില്ല. ഈ ശബരിമലയിലെ ഈ പടിയെടുപ്പുറത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് പഴയ കാലത്തെ സംഭവങ്ങളുണ്ട്. ഇത് എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പം ഇതെല്ലാം പോയി. ഇത് നമ്മൾ പറഞ്ഞ പോലെ സംഭവത്തിന്റെ അന്വേഷണം ചവിട്ടി പിടിച്ചു. പിന്നെ കോടതി ഒന്ന് അനങ്ങിയപ്പോഴാണ് 2 ഇവന്മാരെ അറസ്റ്റ് ചെയ്ത്. അപ്പോഴാണ് ഈ പറയുന്നത് ബാംഗ്ലൂരിൽ ഇതിനപ്പുറമുള്ള ഒരുത്തിന് ഇരിപ്പുണ്ട്, അവന് പോലീസുമായിട്ടും ബന്ധം, അവന് മയക്കുമരുന്ന് കച്ചവടം, കോടിക്കണക്കിന് രൂപയുടെ ആസ്തി എല്ലാം പറയുന്നു. ഇതിനകത്ത് ഈ പറയുന്നവന് ആലപ്പുഴയിലുള്ള പ്രമുഖമായിട്ടുള്ള ഒരു നേതാവ്, അതായത് ഞാൻ പറയാം, രമേശ് ചെന്നിത്തല നിസ്സാര കളിയല്ല കളിക്കുന്നത്. രമേശ് ചെന്നിത്തല എന്തുവാലും അയ്യപ്പന് ഭാഗമായിട്ട് നിന്നിട്ട് കളിക്കാൻ പോകും. രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാമല്ലോ, ഇപ്പോൾ അയാളെ ചവിട്ടി പുറത്ത് കളഞ്ഞേക്കുമോ, അയാൾക്ക് ഈ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തിനോ അല്ലെങ്കിൽ ഈ കേന്ദ്രത്തിലോ ഒന്നും വലിയ കാര്യമില്ല. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ എന്തിന് ഈ പോറ്റി ഇപ്പം ഏറ്റവും അവസാനം വരുന്ന ബന്ധം നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്ന വേറൊരാളാണ്. സത്യസന്ധനാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞവനാണ്, കുഴപ്പക്കാരനാണ്. ഇനി അറിയാൻ വയ്യാതെ നിന്ന് ഫോട്ടോ എടുത്താണ്. പ്രയാർ ഗോപാലകൃഷ്ണന്റെ കൂടെ ഫോട്ടോ എടുത്തേക്കുക. അന്നും സോണിയാഗാന്ധി ഉണ്ട് സാർ. ഈ സോണിയാഗാന്ധിയുടെ അവിടെ ഔദ്യോഗിക രേഖകളിൽ 2 വട്ടം പോയിട്ടുണ്ട്. ഇവൻ കുടുംബമായിട്ട് പോയിട്ട് ഇവൻ എന്തോ സോണിയാഗാന്ധിയുടെ അവിടെ കാര്യം അവരങ്ങ് പറയട്ടെ, ഇറങ്ങി വന്ന് പറയട്ടെ സോണിയാഗാന്ധിക്ക് എന്ത് വരും. ഇവർക്ക് ഹൈന്ദവ ആചാരമായിട്ട് ബന്ധമില്ല, അത് അവരുടെ കാര്യം. അതിനകത്ത് നമുക്ക് താല്പര്യം, അല്ലെങ്കിൽ അത് സാറിന് ഇപ്പം മുസ്ലിം ആചാരം അനുസരിച്ച് ജീവിക്കാൻ താല്പര്യമുള്ള സാറിൻ്റെ സ്വാതന്ത്ര്യം, അവർക്ക് ഹൈന്ദവ ആചാര്യമായിട്ട് താല്പര്യമില്ല, അത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷെ അവരെന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പം കീഴ്ശാന്തി മനസ്സിലാവുന്നുണ്ട്. എടുക്കടാ പൂവ്, എടുക്കടാ വെള്ളം, എടുക്കടാ എന്ന് പറഞ്ഞ് കീഴ്ശാന്തി അവൻ്റെ പരികർമ്മി. അവനെന്തോ ഇവിടെ കാര്യം? ഇസഡ് കാറ്റഗറി അവരുടെ സെക്യൂരിറ്റി, ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയുള്ള അതെ. ഒരു വലിയ സംസ്ഥാനത്തിലെ ഏറ്റവും പ്രബലമായിട്ട് ഇന്ത്യ ചർച്ച ചെയ്യുന്ന രാഹുൽ ഗാന്ധിയോട് സമമായിട്ടുള്ള DK ശിവകുമാർ, എവിടെ കോൺഗ്രസ്സുകാരന് DK ശിവകുമാർ എന്ന് പറഞ്ഞാൽ കൊള്ളാം നേതാവ്, അങ്ങനെയുള്ള ആൾക്ക് പോലും കാണാൻ പറ്റുന്നില്ല. അതുപോലെ പ്രകാശിന്റെ കൂടെ, പത്തനംതിട്ട MP-യുടെ കൂടെ ഇപ്പൊ ഏറ്റവും അവസാനം വരുന്നത് ഈ പറയുന്നത്, അതായത് ഇദ്ദേഹം കൊണ്ടുവരുന്നേക്കുന്ന കണക്കും 500 കോടിയും ഈ കോവിഡ് കാലത്തെ കൊള്ളയും 2015 ഉള്ള കൊടിമരത്തിന്റെയും അതിനു മുമ്പുള്ള 18-ാം പടിയുടെ ഒക്കെ വരുമ്പോൾ ഇത് കോൺഗ്രസിന്റെ കയ്യിലാണ് സംഭവം മൊത്തം. ഇദ്ദേഹം കൊണ്ടുവരുന്ന കണക്കും എല്ലാം കൂടി ഇങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഫോട്ടോയിൽ കണ്ട നേതാക്കന്മാരൊക്കെ സമാധാനം പറയേണ്ടി വരുന്നതിലേക്ക് വരും. ഏറ്റവും അവസാനം ആലപ്പുഴയിലെ ഒരു പ്രമുഖ നേതാവുമായിട്ട് ബന്ധമെന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാം മനസ്സിൽ വരുന്നില്ല, വാറൂം തുറക്കുന്ന ആളാണല്ലോ KC വേണുഗോപാൽ, കോൺഗ്രസിന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് സത്യസന്ധമായിട്ട് അന്വേഷിച്ചാൽ ആരും, അല്ലെങ്കിൽ ഇടപെടാതെ, ആർക്കും ഇടപെടാൻ നിന്നുകൊടുക്കാതെ കൃത്യമായിട്ട് അന്വേഷിച്ച് മുന്നോട്ട് പോയാൽ ഇതിനകത്ത് സാറേ ദ്വാരപാല ശില്പവും ഒരു വാതിൽപ്പടിയിലും തീരുവല്ലത്. കോടികളുടെ, അതായത് ശബരിമലയിൽ നമ്മുടെ വാസു പറഞ്ഞ പോലെ എന്താണ് രേഖ, ശബരിമലയിൽ നിന്നും ആൻറ്റിക് ബിസിനസ് എന്ന തരത്തിൽ അവിടുന്ന് നമുക്കറിയാൻ പറ്റും അവിടുത്തെ എന്തൊക്കെയുണ്ടെന്ന്, നിലവറയിൽ എന്തൊക്കെയുണ്ടെന്ന് ആർക്കറിയാം? ഇവനൊക്കെ അറിയത്തുള്ളൂ. രേഖ അവൻ്റെയൊക്കെ കയ്യിലേ ഉള്ളൂ. ഈ രേഖയൊന്നും ഇല്ലാതെ അതൊക്കെ അവിടുന്ന് കാലങ്ങളായിട്ട് കോടികളുടെ ബിസിനസ് നടന്നിരിക്കുന്നു, കോടാനുകോടികളുടെ ബിസിനസ് നടന്നിരിക്കുന്നു. ഇത് സത്യസന്ധമായിട്ടും കൃത്യമായിട്ടും അന്വേഷിച്ചാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളിത് എക്സാഗ്രേറ്റ് ചെയ്യുകയല്ല, നമ്മൾക്ക് പോലും ഭയമാകുന്നു. ഞാൻ പറഞ്ഞ
നിസ്സാരമല്ല. ഇതിനകത്ത് വൈകാരികമായിട്ടാണ് പറയുന്നത്. ശ്രീകോവിലിൽ കയറാൻ പറ്റുന്ന 2 പേരേ ഉള്ളൂ. ഈ പറയുന്ന മേൽശാന്തിയും തന്ത്രിയും. അയ്യപ്പ വിഗ്രഹം, പഞ്ചലോക വിഗ്രഹം അവിടുന്ന് പോയെന്ന് പറഞ്ഞേക്കുന്നത്, കടത്തിയെന്ന് പറഞ്ഞേക്കുന്നത്. ഇത് ശരിയാണെങ്കിൽ ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹം അയ്യപ്പൻ്റെ മാത്രമേ ഉള്ളൂ. അറിയാമോ? എത്ര വലിയ സുരക്ഷയും സംവിധാനവും അല്ലെങ്കിൽ അത്തരത്തിലുണ്ടെങ്കിൽ പോലും ജനം ഇളകിയാൽ, അവരത് അതേ രീതിയിൽ ധരിച്ചാൽ, നമ്മൾ ദൂരെ നിന്നിട്ട് വിശ്വസിച്ച് തൊഴുന്ന അത് അയ്യപ്പൻ്റെ നമ്മൾ ആഗ്രഹിക്കുന്ന വിഗ്രഹം അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ സാറൊന്ന് ആലോചിച്ച് നോക്കി. അത് ഈ എന്തിന് തന്ത്രിയൊക്കെ ഇവിടുന്ന് ഇത് ഒപ്പിട്ട് കൊടുത്തതിന് ആ കാരണം കൊണ്ട് മാത്രം ഈ തന്ത്രി അറസ്റ്റ് ചെയ്യണ്ടേ? അയാൾക്ക് ആരുടെ സ്വാധീനം വേണ്ടേ? അപ്പോൾ ഇതാണ് സാറേ ഇതിൻ്റെ ഒരു അവസ്ഥ. വളരെ വലിയ വലിപ്പത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കൃത്യമായിട്ടും വ്യക്തമായിട്ട് അന്വേഷിച്ച് ഇതിനകത്തെ കൊള്ളക്കാരെ വെളിയിൽ കൊണ്ടുവന്നേ മതിയാകത്തുള്ളൂ. ആർക്കും ആശങ്കയില്ല, ആർക്കും പ്രശ്നങ്ങളില്ല, ആർക്കും വലിയ സമരങ്ങളില്ല. പോറ്റിയെ കയറ്റി ആ 2 വാടിയൻ്റെ പുറയിലൊന്ന് നിന്നു, അതും ഇപ്പോഴും കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നിട്ടും ഇല്ല സമരം. ഇത്രയും അറിഞ്ഞിട്ടുമില്ല സമരം. അറിയാമോ? ഈ കേട്ട വാർത്തകളെക്കാളൊക്കെ എത്രയോ നമ്മുടെ കേൾവിക്കാരായ ഞങ്ങളുടെയൊക്കെ മനുഷ്യ മനസ്സുകളെ, പ്രത്യേകിച്ച് ശബരിമലയൊക്കെ അങ്ങേയറ്റത്തെ ആദരവോടുകൂടി കണ്ട് ലോകത്തിലെ ഏറ്റവും മാതൃകാപരമായൊരു ദേവാലയം ആയി കണ്ടുകൊണ്ടിരുന്ന ആ ദേവാലയം കേരളത്തിൻ്റെ ഐശ്വര്യമാണ്, ലോകത്തിന് മാതൃകയാണ് എന്നൊക്കെ നിരന്തരം സംസാരിച്ച് നടന്ന ഒരാളാണ് ഞാനൊക്കെ. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ കഥകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് മരവിച്ചു പോകുന്ന മട്ടിലുള്ള ഞെട്ടിക്കുന്ന ഞെട്ടലൊക്കെ മറന്നു പോകുന്നു. നമ്മൾ ഓരോ ദിവസവും ഞെട്ടിക്കൊണ്ടേ ഇരിക്കുകയല്ലേ. ഇതിലിപ്പോൾ ഇതിൻ്റെ ഒരു മാനം മാറ്റിയെടുത്തത് എന്തൊക്കെ പറഞ്ഞാലും രമേശ് ചെന്നിത്തലയാണ്. കാരണം നമ്മുടെ ഒരു കണക്ക്, അവിടുന്ന് ഈ പൂശിയ സ്വർണം കൊണ്ടുപോയി സെപ്പറേറ്റ് ചെയ്തിട്ട് ഉരുക്കിയെടുത്താൽ എത്ര പവൻ കിട്ടുന്നതാണ് നമ്മുടെ മനസ്സ് അത്രേ പോവുള്ളൂ. അതാണ് സാർ അന്നേ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ കച്ചവടം ഈ ഉരുക്കിയ സ്വർണ്ണമല്ല, സ്വർണം ഉരുക്കിയെടുക്കാതെ, അല്ലെങ്കിൽ സ്വർണം പോലും വേണ്ട, അതിന് ചെമ്പോ പിച്ചളയോ മതി. അതിൻ്റെ കാലപ്പഴക്കത്തിനും അതിൻ്റെ ശില്പഭംഗിക്കും ലോക മാർക്കറ്റിൽ കിട്ടുന്ന വില കോടാനകോടി ഡോളറാണ്. അതറിയാവുന്നവരാണ് ഈ ആൻറ്റിക് മാഫിയ എന്ന് പറയും. നമുക്ക് കേട്ട പരിചയമുള്ളത് ഈ ഡ്രഗ് മാഫിയ, സ്വർണ്ണ മാഫിയ, ഈ അങ്ങനെയുള്ള കുറച്ച് ഭൂമാഫിയ, വിദ്യാഭ്യാസ മാഫിയ. നമുക്ക് പരിചയമുള്ളത് ഈ നക്കാപ്പിച്ച മാഫിയകളെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മാഫിയ ഈ സാധനം ആൻറ്റിക് മാഫിയയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ലെവലിലേക്ക് ഇതുവരെ ആ അന്വേഷണത്തെ ആരും എത്തിച്ചിരുന്നില്ല. എത്തിച്ച ആദ്യത്തെ ആള് തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയാണ്. അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം എത്തിച്ചല്ലോ. ആ തലത്തിൽ വേണം അന്വേഷണം പോകാനെന്ന് അദ്ദേഹം പറഞ്ഞു. 2, ഇപ്പോൾ ധന്യ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് വിവരങ്ങൾ കൊടുത്തവരാരുമാകാം. ഒരു പക്ഷേ ഉത്തരവാദപ്പെട്ട ശബരിമലയിലെ എല്ലാ ദൈനംദിന കാര്യങ്ങളും നാളിതുവരെ പതിറ്റാണ്ടുകളായിട്ട് അറിയുന്നവരായിരിക്കാം. സത്യസന്ധമായ, അത് കോൺഗ്രസ് ആകാം, ഈവൻ CPM പോലും ആകാം. സത്യസന്ധരായ ഉദ്യോഗസ്ഥരാവാം, പോലീസ് മേധാവികളാവാം. അവരൊക്കെ ആണെങ്കിലും അവർ വിവരം കൊടുക്കുമ്പോൾ അവർ പറയും, സാറേ ദയവായി എൻ്റെ പേര്, കാരണം അവർക്ക് ജീവിച്ചു പോകണം, പെൻഷൻ പറ്റി പിരിയണം. അവർ സ്വാഭാവികമായിട്ടും ഞങ്ങളെ ഉപദ്രവിക്കുക. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു വ്യവസായിയുടെ പേരിലൊക്കെ ഇത് ചാർത്തിയിട്ടാണ് പറയുക. പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാർ ഇത് പണ്ടും അങ്ങനെയാണ് കേട്ടോ. പ്രതിപക്ഷ നേതാക്കന്മാർ നമ്മൾ വിചാരിക്കും അവർ കഷ്ടപ്പെട്ട് കണ്ടെത്തുന്നതാണ് ഈ രേഖകളൊക്കെ. ഒന്നുമല്ല. പ്രതിപക്ഷ നേതാക്കൾ VSൻ്റെ കാലത്തും അങ്ങനെയാണ്. ഒരു വിശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. VSൻ്റെ കാലത്ത് ഒരു പ്രധാനപ്പെട്ട വിശ്വാസം ഉണ്ടായിരുന്നു. സാറിന് അറിയാലോ. എന്താ വെച്ചാൽ ഒരു കൃത്യമായ ഒരു വിവരം VSൻ്റെ അടുത്ത് എത്തിച്ചാൽ അത് മുങ്ങിപ്പോകില്ല. ഇത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം എനിക്കറിഞ്ഞുകൂടാ, രമേശ് ചെന്നിത്തലയെ അത്ര ക്ലീനായ ഒരു ഇമേജ് ഉള്ള നേതാവൊന്നുമല്ല. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇതിന് വൻ കൊയ്ത്ത്, 2 തരത്തിലുള്ള ക്ലെയിമാണ് ഇത് നടക്കുന്നത്. ഒന്ന്, ഇതിലൂടെ നമ്മൾ പറയാത്തൊരു കാര്യമുണ്ട്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മൊത്തത്തിൽ കോൺഗ്രസിനെ ക്ലീനാക്കി എടുക്കാനും പിണറായി വിജയനെതിരായിട്ട് ഉള്ള പ്രത്യക്ഷ പ്രചാരണങ്ങൾക്കൊക്കെ ഉള്ളപ്പോഴും ആഴത്തിൽ പോയി അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ താല്പര്യമെടുക്കുന്നില്ല എന്നാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ കാര്യം. 2, കേരളത്തിൻ്റെ ഭരണകക്ഷിയും പ്രതിപക്ഷവും മൂടി വെക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഇവിടെയുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഭീകരമാണല്ലോ ഇത്. മൂന്നാമത്തെ കാര്യം, രമേശ് ചെന്നിത്തല പറയാതെ പറയുന്നത് അദ്ദേഹത്തെ ഏതാണ്ട് സൈഡാക്കി, അദ്ദേഹത്തിന് ആർക്കും വേണ്ട എന്നുള്ള മട്ടിലാണ്. ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം കഴിഞ്ഞ തവണ എത്തിയ ഏറ്റവും വലിയ പദവിയാണ്, അതിനപ്പുറത്തേക്ക് അദ്ദേഹം പോകാൻ പോകുന്നില്ല, മുഖ്യമന്ത്രി ആവാൻ സാധ്യതയില്ല എന്ന് ആണ് അദ്ദേഹത്തിൻ്റെ ധാരണ. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ യഥാർത്ഥത്തിൽ പ്രതി ചേർക്കപ്പെടേണ്ടിയിരിക്കുന്ന കോൺഗ്രസ്സുകാരെ എന്തേ പിടിക്കാതെ പോകുന്നു എന്ന് ചോദിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല. ഇങ്ങനെ
അതുകൊണ്ട് തന്നെ ഇതിപ്പോ ഈ പറഞ്ഞ കണക്കൊന്നുമല്ല. ഇപ്പോ ഈ ഇവര് പറഞ്ഞ പവന്റെ കണക്കുണ്ടല്ലോ, അത്ര പവൻ 100 പവൻ 100 പവൻ ആന്റിക്കിന്റെ മുമ്പിൽ ഒന്നുമല്ല. ഒരു പവൻ കൊടുത്താൽ ഇന്നത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടിയ വില കിട്ടുന്നത് 1 ലക്ഷം രൂപയാണ് ഒരു പവന് കൊടുത്താൽ. ഇത്തരം വലിയ നേതാക്കന്മാർ നിൽക്കുവോ? ഒരാവശ്യമില്ല. ഈ 1 പവൻ കൊണ്ട് മനോഹരമായ ഒരു പഴക്കമുള്ള കാലപ്പഴക്കമുള്ള ശില്പം ഉണ്ടാക്കിയെടുത്താൽ, മാവുങ്കല് പറഞ്ഞില്ലേ, 1 പവൻ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ശില്പത്തിന് ലോകത്തിലെ ആന്റിക് മാർക്കറ്റിൽ കിട്ടുന്നത്, ഇവിടെ കിട്ടുന്ന 1 ലക്ഷം, ആന്റിക് മാർക്കറ്റിൽ 1 കോടിയാണ്. അതാ വ്യത്യാസം. ആ വ്യത്യാസം മനസ്സിലാക്കിയിട്ടില്ല നമ്മളിപ്പോഴും. നമ്മൾ വിചാരിക്കുന്നത് ഈ പത്മകുമാറും വാസുവും പോറ്റിയും ഒക്കെ കൂടി കൊണ്ടുപോയിട്ട് ഇതിലെ ഈ പൂശിയ സ്വർണം ഉരുക്കി മാറ്റിയിട്ട് വീണ്ടും ആ ചെമ്പുവാളി കൊണ്ടുവച്ചു. ചെമ്പുവാളി വീണ്ടും സ്വർണം പൂശാൻ തീരുമാനിച്ചു. ഇതൊക്കെ ചില്ലിയാണ്, വളരെ വളരെ ചില്ലി കേസാണ്. അങ്ങനെ മറച്ചതങ്ങ് ഒതുക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് അയ്യപ്പന്റെ ഒരു ഇടപെടൽ സാധ്യതയുണ്ട്. രമേശ് ചെന്നിത്തല ചിലപ്പോൾ അവൻ ഈ ബഷീർ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അവൻ പല കോലത്തിലും വരും, ചിലപ്പോൾ പുനലൂർ രാജനായിട്ടും വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ അയ്യപ്പൻ രമേശ് ചെന്നിത്തലയായി വന്നു എന്ന് വരും. അയ്യപ്പന് യഥാഹി ധർമ്മസ്യ, ഇതാരെങ്കിലും ചെയ്യണമല്ലോ, ഈ ധർമ്മം ആരെങ്കിലും കണ്ടെത്തണമല്ലോ. അയ്യപ്പന്റെ പേരിൽ ഇപ്പൊ സാറ് പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ പതിറ്റാണ്ടുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ സവർണ അവർണ ഭേദങ്ങളില്ലാതെ, കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഭേദമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള കാട്ടുകൊള്ളക്കാരും മാഫിയക്കാരും കണ്ണി ചേർന്ന ഒരു കക്ഷിയല്ല, ഒരു സംഭവമാണല്ലോ. നമ്മൾ ഇതിന്റെ ഒരു ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് ഇപ്പൊ കണ്ടിട്ടുള്ളൂ, ഒരു മൂല മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് കാണേണ്ട കേസാണിത് എന്ന ഒരു തലത്തിലേക്ക് ഈ കേസിനെ എത്തിച്ചതിനെങ്കിലും നമ്മൾ രമേശിനോട് നന്ദി പറയണം. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി വരട്ടെ, എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പിണറായി വിജയൻ പോലും ചെയ്തിരിക്കുന്നത് എന്താണെന്ന് അറിയാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്നലെ എനിക്ക് ഉത്തരവാദപ്പെട്ട ഒരു CPM നേതാവ് എന്നോട് പറഞ്ഞത്, പിണറായി വിജയൻ നമ്പർ ഇട്ട് വെച്ചിരിക്കുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ ചരിത്രത്തിൽ VS അച്യുതാനന്ദനെ പരോക്ഷമായി പോയെങ്കിലും പിന്തുണച്ചവരെ ഒക്കെ ഒരു കേസിലല്ലെങ്കിൽ മറ്റൊരു കേസിൽ പിണറായി വിജയൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എന്നോടൊരാൾ പറഞ്ഞ. ശബരിമലയിലെ കേസിലും നിർണായകമായ 2 ഇഷ്യൂവിൽ പത്മകുമാർ VSനെ പിന്തുണച്ചിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട 2 സന്ദർഭങ്ങളിൽ N വാസു പിന്തുണച്ചിട്ടുണ്ട്. ഒക്കെ പ്രതിയായിട്ടുണ്ട്. പിണറായി വിജയനെ മാത്രം പിന്തുണച്ച CPMകാരും പിടിക്കപ്പെട്ടിട്ടില്ല, കോൺഗ്രസ്സുകാരും ഒരിക്കലും പിടിക്കപ്പെട്ടിട്ടില്ല. പിടിക്കേണ്ടവരെ പിടിക്കാൻ ആളുണ്ടോ എന്ന ചോദ്യം അയ്യപ്പൻ ഉയർത്തുന്നു.